ഹായ് ശ്രീസ്വലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വണ്ടി, ഞങ്ങൾ ജീപ്പ് റെനഗേഡ് വണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് മാറ്റി ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തു. അപ്പോൾ ഇന്ന് ആ വീഡിയോ പുതിയ വണ്ടിയുടെ വിശേഷങ്ങളാണ്. അതിൻ്റെ ചെറിയ ചെറിയ എന്തൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അങ്ങനെ നമ്മൾ പുതിയ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. നമ്മളെടുത്ത വണ്ടി ഇതേ ഇരിക്കുന്നു. അത് ഫോക്സ് വാഗൻ്റെ ടിഗ്വാൻ എന്ന് പറഞ്ഞ വണ്ടി എടുത്തേക്കണേ. അതിൻ്റെ SC എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ ഉണ്ട്. ശരിക്കും 3 എഡിഷനാണ് വണ്ടിയിൽ വരണേ. 3 എഡിഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ S വരുന്നുണ്ട്, SC വരുന്നുണ്ട്, SCL ഉണ്ട്. ഇതിൽ SCക്കും SCLനും R ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 എഡിഷനും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കണത് SCയുടെ R ലൈനാണ്. ഇതാണ് വണ്ടി നമ്മുടെ SC R ലൈൻ. ഫോർമോഷൻ എന്ന് പറഞ്ഞാൽ അത് 4 വീൽ ഡ്രൈവ് ആണ് കാണിക്കുന്നത്, ഫോർമോഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി ടിഗ്വാൻ ഫോക്സ് വാഗൻ. ഈ R ലൈൻ വരുന്നതുകൊണ്ട് എന്താ വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ SCയും R ലൈനും തമ്മിൽ വ്യത്യാസം ഈ ബ്ലാക്ക് എഡിഷൻ ബ്ലാക്കാണ് വരണത്. ഈ വീലുകളൊക്കെ ബ്ലാക്കാണ് വരണത്. ഇത് 19 ഇഞ്ചിൻ്റെ വീലാണ് വരണത്. പിന്നെ ഒരു റൂഫ് മുകളിലൊരു ഇത് വരുന്നുണ്ട് റൂഫിൻ്റെ. പിന്നെ ഫ്രണ്ട് കാണിച്ചു തരാം. വണ്ടിയുടെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ വണ്ടി അല്ലേ. R ലൈൻ ഇതുണ്ട്, 6 കാണിച്ചിട്ടുണ്ട്. R ലൈനാണ് വണ്ടി. ഇതാണ് എൻ്റെ ഫ്രണ്ട്. മുകളിൽ നിന്ന് തുറക്കാൻ പറ്റും. അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുറത്തുള്ളത്. നല്ല ബ്ലാക്ക് അലവയാണ് വരുന്നത്. ബ്ലാക്കാണ് വണ്ടി. ഇതാണ് ടോട്ടൽ പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഇനി നമുക്ക് അകത്ത് പോവാം. ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് വെച്ച ജീപ്പിൽ സ്പേസ് ബാക്കിൽ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇത് അപാര സ്പേസാണ്. ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വണ്ടി എന്താക്കി അൺലോക്ക് ചെയ്ത് വണ്ടി ഇതാണ് ഇതിൻ്റെ കീ ആണ്. ഇതാണ് കീ. ഇത് പുതിയ വണ്ടിയാണ്, 2024 എഡിഷൻ പുതിയ വണ്ടിയാണിത്. അപ്പോൾ ഇത് ഞാൻ ബോണറ്റ് ഇതിൻ്റെ അടിയിലൊരു ഉണ്ട്, തുറന്നാൽ ഓട്ടോമാറ്റിക്കായി ഇത് പൊങ്ങിക്കോളും. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. കണ്ടോ, ഇതിൽ തന്നെ നമുക്ക് വണ്ടിക്ക് റോഡ് അസിസ്റ്റിൻ്റെ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ജംപ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ വെയിൽ വരുമ്പോൾ നമുക്ക് ഇടാനുള്ളതാണ് തോന്നുന്നു. അതാണിത്. പിന്നെ എന്തൊക്കെയോ എന്തുണ്ട്, ഇതൊക്കെ വാൽവ് ഉണ്ട്. ഇതിൻ്റെ ഇതെനിക്ക് തോന്നുന്നത് ടയറിലേക്കുള്ളതാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. പിന്നെ അത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതിൽ. മിക്ക സുഖമായിട്ട് ഇവിടെ നിനക്കിവിടെ കിടന്നുറങ്ങാടി. കണ്ടോ, ഇത്രയും സ്പേഷ്യസ്. ഇനി ഇത് മറച്ചിട്ട് വെച്ചാൽ കുറച്ചുകൂടി സ്പേസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിടക്കാനുള്ള ഇതുണ്ട്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം അതിൽ. അത്രയും വലുപ്പമുണ്ട് വണ്ടി. കേട്ടോ, ഡബിൾ എക്സോസ്റ്റാണ് വണ്ടിക്ക് വരണേ. പിന്നെ ആണ് എൻ്റെ ബാക്ക് വശം. നമുക്ക് പിന്നിലത്തെ സീറ്റിൽ ഇരുന്ന് നോക്കാം. ബാക്ക് സീറ്റിലൊന്നും ഇരുന്ന് നോക്കി നോക്കാം നമുക്ക്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഇത് നമ്മൾ മടക്കി വെച്ചു. ഡാമിയുടെ സീറ്റ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല സുഖമായിട്ട് നമ്മുടെ കാലം ഇഷ്ടം പോലെ സ്പേസാണ് ഫ്രണ്ടിലേക്ക് കേട്ടോ. അടിപൊളി സ്പേസിയുടെ ഒരു വെൻ്റ് ഇവിടെ വരുന്നുണ്ട് 2 പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സി പോർട്ടാണ് പറഞ്ഞത്. സിയും പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ഇതുണ്ട്. ഇത് ഇവിടെ നമുക്ക് നമ്മുടെ കീ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തുറക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. പിന്നെ അത് വിൻഡോസിൻ്റെ 4 വിൻഡോൻ്റെയും ഇതുള്ളത്. പിന്നെ അത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അതെ, R ലൈൻ ആയതുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റ് വരും. രാത്രി കാണാൻ നല്ല രസമാണ്. ഇവിടെ ഒരു ലൈറ്റ് വരും. 6 എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങളുണ്ട്. മെമ്മറി ഫംഗ്ഷൻ ഇല്ല തോന്നുന്നു. മെമ്മറി ഫംഗ്ഷൻ ഇല്ല, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് അങ്ങോട്ടും ഫ്രണ്ടിക്കും നിങ്ങളുടെ അയച്ച ഫ്രണ്ട് നിങ്ങളുടെ അയ ബാക്കിലേക്ക് പോവും. അങ്ങനെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് നോക്കുമ്പോൾ അത് സീറ്റിൻ്റെ ഇവിടെ ഉണ്ട് വ്യത്യാസം തന്നെ. ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇങ്ങനെ 3 അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഫോക്സ് വാഗൻ്റെ സ്റ്റിയറിങ്. ഇത് നമ്മുടെ നാട്ടിൽ എൻ്റെ പോളോ GT ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട് ആ ഒരു സ്റ്റിയറിങ്. കാരണം അത്രയും സ്റ്റെബിലിറ്റിയാണ് ഫോക്സ് വാഗൻ വണ്ടികൾക്ക്. എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ഈ വണ്ടി ഓടിക്കാൻ. ഈ സ്റ്റിയറിംഗ് ആണ് മെയിനായിട്ട്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈൻ അടിയിൽ വരാനല്ലേ, ബോട്ടം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ അത് AC-യുടെ 1 2 3 4 AC-യുടെ ഇതുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇതാണ് മെയിൻ DSG ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ DSG ഗിയർ ബോക്സ് പറഞ്ഞാൽ ഗിയർ ബോക്സിൽ ഇപ്പോൾ AM-Team CVT-Team എല്ലാം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്നതാണ് DSG ഗിയർ ബോക്സ്. അപ്പോൾ ഡ്യുവൽ ക്ലച്ചാണ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇത്രയും മില്ലി സെക്കൻഡിൽ തന്നെ ആ ഷിഫ്റ്റ് നടക്കും. നമുക്ക് ആ ഷിഫ്റ്റ് മാറണത് നമുക്കറിയില്ല. ഇത്രയും
അത്രയും മില്ലി സെക്കൻഡിൽ ഷിഫ്റ്റിംഗ് കിടക്കണോണ്ട് നല്ല സുഖം വണ്ടി ഓടിക്കാൻ. പിന്നെ സ്പോർട്ട് മോഡ് വരുന്നുണ്ട് അതിലൊരു ഡ്രൈവ് മോഡ്, സ്പോർട്ട് മോഡ്, പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ എല്ലാം ഉണ്ട് അതിൽ. പിന്നെന്താണ്, പിന്നെ ഇതിൽ ഇതാണ് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ താക്കോലും ഇവിടെ പോക്കുന്നില്ലേ, ഇവിടെ നമ്മുടെ താക്കോലെവിടെ, അതെ നമ്മുടെ താക്കോല് നമ്മൾ ഇവിടെ വെച്ചു. ഇനി വണ്ടി ഞാൻ ബ്രേക്ക് കൂട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രേക്ക് കൂട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും മാണിങ് വന്നു. സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടു. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, അധികം സ്പേസില്ല, കുറച്ച് ഉണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്, നല്ല അത്യാവശ്യം ഇതുണ്ട് സാധനങ്ങൾ ഇടാല്. ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നത്. ഇത് ഇത്ര തന്നെയുള്ളൂ. പിന്നെ ഇത് മോഡുകളാണ് കേട്ടോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചപ്പോൾ അത് ഡ്രൈവിംഗ് മോഡ് സ്നോ മോഡായി. ഇവിടെ തിരിക്കുന്നതനുസരിച്ച് പിന്നെ അത് ഡ്രൈവിംഗ് മോഡ് ഓട്ടോ ആണത്. പിന്നെ ഓട്ടോ, പിന്നെ എന്താ ഇതൊക്കെ ഇഷ്ടമാണ്. ഇത് നമുക്ക് മോഡ് മാറ്റാം. ഇപ്പോൾ എക്കോ ആണ്, എക്കോണ് ഈ ഒരു നീല കളറല്ലേ, പിന്നെ അത് നോർമലി മാറ്റി. നോർമൽ ഇവിടെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. സ്പോട്ട് ഇട്ടപ്പോൾ ഇവിടെ റെഡാണ് വരണേ. അങ്ങനെ പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ കൂടുതൽ. പിന്നെ ഫീച്ചറുകൾ പറയുമ്പോൾ ഇതിൽ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ 6 സ്പീക്കർ വരുന്നുണ്ട് ടോട്ടൽ. അങ്ങനെ പിന്നെ ഇപ്പം മോഡുകൾ പറഞ്ഞത് പിന്നെ ടച്ചാണ് വരുന്നത് കേട്ടോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്. പിന്നെ ഫ്രണ്ട് രണ്ടും സീറ്റുകൾ ഹീറ്റഡ് സീറ്റ്സ് ആണ് ഫ്രണ്ട് രണ്ടും. പിന്നെ അത് നമ്മുടെ ഹസാർഡ് പോട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള പോലെ തന്നെ മുമ്പിലും ഉണ്ട് ഇത് 12 വോട്ടിൻ്റെ. പിന്നെ ഇത് വയർലെസ് ചാർജറാണ്, ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചാൽ അത് ചാർജ് കയറുന്നുണ്ട് കേട്ടോ. ചാർജ് ആയി തുടങ്ങി, വയർലെസ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് പറയുമ്പോൾ നമ്മുടെ ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്, ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. നമുക്കത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇത് താഴ്ത്താം. അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് അപ്പ് ആൻഡ് ഡൗണും നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് കൊളീഷൻ, ഇപ്പോൾ മുമ്പിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇടിക്കാതിരിക്കാനുള്ള ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ പിന്നെ ബ്ലൈൻഡ് സ്പോട്ട്, ഇപ്പോൾ വണ്ടികൾ ലെഫ്റ്റിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവില്ലേ, ബ്ലൈൻഡ് സ്പോട്ടിൽ ലൈറ്റ് തെളിയും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. വേറെ വെയിറ്റ്നെസ്സിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ പനോരമിക് സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് ആദ്യം ഇത് നമുക്ക് വെച്ചാൽ അത് ക്ലോസ് ആയി വരുന്നുണ്ട്, ക്ലോസ് ആയി വരും. മൊത്തം ക്ലോസ് ആവും. ഇത് അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായത്. നല്ല വലിയ ഈ പനോരമിക് റൂഫ് നല്ല രസമായിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി തുറക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു വെട്ടുണ്ട്, അത് ഇങ്ങോട്ട് ഇത് അമക്കിയാൽ മൊത്തം ഓപ്പൺ ആവും. ഇതൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഉണ്ട്, ലൈറ്റ് ഇത് 2 ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മൂവ് ചെയ്യാനുള്ളത്. ഇത് ഫുള്ളായിട്ട് പകുതി വരെ തുറക്കുള്ളൂ. ഈ പോയിന്റ് വരെ ഇത് ഓപ്പൺ ആവും, ഈ പോയിന്റ് വരെ ഓപ്പൺ ആവും. അടിപൊളിയായിട്ട് നല്ലതാണ്. അത് അടയ്ക്കുകയാണ്, തിരിച്ചിതേ അടച്ചത്. അത് പുത്തൻ വണ്ടിയുടെ നല്ലൊരു പുത്തൻ മണം. വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഇത് ഓട്ടോ ഡിമാണ്, ഓട്ടോ ഡിം റിയർ മിററാണ്. ഇതെന്തോ ബ്ലൂടൂത്തിൻ്റെ എന്തൊക്കെയുണ്ട്, ഇതെന്താന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെ ബട്ടൺസ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്, അത്രയും സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. പിന്നെ പിന്നെ സ്റ്റിയറിംഗ് ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇതിൽ നമുക്ക് ലൈൻ അസിസ്റ്റ് ഉണ്ട്, ലൈൻ കീപ്പ് അസിസ്റ്റ്. ഇപ്പോൾ ആ ഒരു നമ്മൾ ഓടിക്കുമ്പോൾ ലൈൻ മാറുമ്പോൾ നമുക്കതിൻ്റെ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് തിരിഞ്ഞ് കറക്റ്റായിട്ട് ലൈനിലേക്ക് തന്നെ കൊണ്ടുവരും. അങ്ങനെ ലൈൻ അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറേ സേഫ്റ്റി കാര്യങ്ങളുണ്ട്. പിന്നെ പ്രീ കൊളീഷൻ സേഫ്റ്റി സിസ്റ്റം, എയർ ബാഗ്, ഈ ഡ്യുവൽ ഫ്രണ്ട് സൈഡ് മൗണ്ടഡ് എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ചൈൽഡ് സീറ്റ്, പിന്നെ 4 വീലും ABS വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സുകളും വണ്ടിയിൽ വരും. അതുപോലെ ടയർ പ്രഷർ മോണിറ്റർ, ആ കാര്യങ്ങൾ ഇതിൽ വരും. ടയർ പ്രഷർ മോണിറ്ററിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ലാമ്പ് വരുന്നത് LED ആണ്, ഹെഡ് ലാമ്പുകളൊക്കെ കീലെസ് ഇഗ്നിഷനാണ്. ഇത്രയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ളതാണ്. പിന്നെ കപ്പ് ഹോൾഡർ, അത്യാവശ്യം നല്ല സ്പേസ്, നല്ല വലിയ കുപ്പികൾ വരെ വെക്കാം അതിൽ. പിന്നിലിത് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ, പിന്നിൽ ബാക്ക് വ്യൂ. ഇതാണ് ടോട്ടൽ നമ്മുടെ വണ്ടി. ഇനി പുറത്തിറങ്ങാം നമുക്ക്.
വണ്ടിയുടെ പിന്നെ കുറേ ഫങ്ഷനുകൾ ഇതിലുണ്ട് കേട്ടോ. ഞാനതൊന്നും സെറ്റിങ്സ് ഒന്നും നോക്കിയിട്ടില്ല അധികം. എല്ലാം പഠിച്ചു വരണം. വണ്ടികളുടെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊന്നും വരുന്നില്ല കേട്ടോ. അതായത് പാഡൽ ഷിഫ്റ്ററൊന്നും വരുന്നില്ല. പാഡൽ ഷിഫ്റ്ററൊക്കെ GTI ഞങ്ങൾ ആക്ച്വലി ശരിക്കും ഞാൻ GTI എടുക്കാനാണ് പോയി. GTI എടുത്തത് എന്താ വെച്ചാൽ ജീപ്പിനെക്കാട്ടും ചെറിയ വണ്ടിയാവും. പിന്നെ പെർഫോമൻസ് ഒന്നും പറയണ്ടല്ലോ. GTI അറിയാമല്ലോ. ഫോക്സ്വാഗൻ ഗോൾഫ് GTI എടുക്കാനാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ അത് ഓടിച്ചു നോക്കിയപ്പോൾ ഒന്നും അപ്പോഴും അത് തന്നെ മതി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ സ്ഥലം വളരെ ബാക്കിലൊന്നും നമ്മളിപ്പോൾ ഇവിടെ US എന്തെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അതൊരു പ്രൈമറി വണ്ടിയായിട്ട് നമുക്ക് ഫസ്റ്റ് വണ്ടിയായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിനിപ്പോൾ ഒരു സെക്കൻഡ് വണ്ടിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഹാച്ച് ബാക്ക് ചെറുതാ അങ്ങനത്തെ എന്തെങ്കിലും നോക്കണം. അപ്പോൾ ആ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടാമതൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടി വേണം തോന്നിയാൽ അങ്ങനെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് വണ്ടി നമുക്ക് കുറച്ച് സ്ഥലമുള്ള ഒരു വണ്ടി വേണം എന്ന് വെച്ചു. എന്നാൽ ഇതിന് പവർ ട്രെയിൻ പവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 187 HP പവറും 220 ടോർക്കുമാണ് വരുന്നത്. NM ടോർക്കാണ് ഇതിൽ വണ്ടി വരുന്നത്. അപ്പം അത്യാവശ്യം GTയുടെ അത്ര ഇല്ലെങ്കിലും GT വരുന്നത് 245 HP വരുന്നുണ്ട്. അതിൽ 274 ടോർക്കും വരുന്നുണ്ട് ചെറിയ വണ്ടിക്ക്. അപ്പം അതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇത് അത്യാവശ്യം സ്പീഡ് നമ്മുടെ പെർഫോമൻസും ഉണ്ട്, എന്നാലും സ്പേസും ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ. അതുകൊണ്ടാണ് ഈ വണ്ടി ചൂസ് ചെയ്തത്. മുമ്പത്തെ ജീപ്പിൽ എന്താ വെച്ചാൽ ജീപ്പ് സാധാ എഞ്ചിനായിരുന്നു, ടർബോ എഞ്ചിനായിരുന്നില്ല. അപ്പോൾ ഈ വണ്ടി ടർബോ എഞ്ചിനാണ്. അപ്പോൾ ആ വ്യത്യാസം നന്നായി മനസ്സിലാവും. അതൊന്ന് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് ചവിട്ടുമ്പോഴേക്കും പോവും. പിന്നെ DSG ഗിയർ ബോക്സ് ആണല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അമ്മാതിരി പെർഫോമൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. സീറ്റ് കവറൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ. ഇറങ്ങട്ടെ. ഇറങ്ങി ഇവിടെ ഡിക്കി തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഡിക്കി ഒക്കെ അവിടെ നിന്ന് വളമുണ്ട്. അതെ ടോട്ടലിൻ്റെ വ്യൂ ഇത്രയും നല്ല വീതിയുണ്ട്. ബാക്ക് സൈഡ് നല്ല ഇതായിട്ടുണ്ട്. വീൽ ബേസ് നല്ല ഇതുള്ള വണ്ടിയാണ്. അതെ വണ്ടി ഈ ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. ബോണറ്റ് ഈ ഫ്രണ്ട് ഗ്രില്ല് നല്ല ബ്ലാക്ക് ഈ 6 ലൈനിലാണ് വരണേ കേട്ടോ. എന്തോ ശരിക്കും ടയർ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റിൽ 20 ആണ് വരുന്നത്. ഇത് 19 ആണ്. 20 അലോയാണ് അടുത്ത വേരിയൻറ്റിൽ വരുന്നത്. ഇനി ഇവിടെ ഇവർ ബ്ലാക്ക് അടിച്ചിട്ട് 6 അടിച്ചിട്ടുണ്ട്. ഉണ്ട് കൊള്ളാമല്ലേ. അതെ ഞാൻ എടുത്തത് ടോപ്പിക്കയിൽ പോയിട്ടാണ് വണ്ടി എടുത്തത്. ഇവിടെ അടുത്തൊന്നുമില്ല. ഞങ്ങൾ മാൻഹാട്ടൻ സിറ്റിയിൽ ഫോക്സ്വാഗൻ്റെ ഇതില്ലേ, ഇത് BMW ഷോറൂമിലാണ്. BMW ഫോക്സ്വാഗൻ വണ്ടികൾ അവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ എടുത്തത്. നമ്മുടെ നാട്ടിലുള്ള പോലെ ടൈമൊന്നും പിടിക്കില്ല. നമുക്ക് അവിടെ ചെന്നാൽ അന്ന് തന്നെ വണ്ടിയും കയ്യിലും കിട്ടി. രാവിലെ പോയി വൈകുന്നേരം വണ്ടി ആയിട്ട് വന്നത്. എൻ്റെ പഴയ വണ്ടി അവിടെ കൊടുക്കുകയും ചെയ്തു. അത് നമ്മളിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്തിട്ട് ഈ വണ്ടി എടുക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഈ ഡോറിൻ്റെ വെയിറ്റാണ് ഈ ഏറ്റവും രസം. ഫോക്സ്വാഗൻ വണ്ടികൾ ഓടിച്ചവർക്കറിയാം. ഇതിൻ്റെ അടക്കുന്ന ഒരു സൗണ്ട്, ഈ ഒരു ധക്ക് സൗണ്ട് ഇത് ആദ്യ രസമാണ്. അത്രയും നല്ല രസമായി ഈ സൗണ്ട്. ഇത് ഫോക്സ്വാഗൻ ഭ്രാന്തന്മാർക്ക് മനസ്സിലാവും ഏടാ സൗണ്ടും. നാട്ടിലുള്ള പോളോ വിറ്റതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ നാട്ടിൽ നിന്ന് കയറുമ്പോഴാണ് പോളോ GT വിറ്റത്. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇതെടുത്തപ്പോൾ ആ വിഷമം മാറി. ഇനി ഞാനേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കേൾപ്പിച്ചു തരാം. ശരിക്കും ആക്ച്വലി നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെ ഈ കയാക്കിങ്ങിനും ബോട്ടൊക്കെ ഉള്ളവർ അതൊക്കെ ഫിറ്റ് ചെയ്യും. സൈക്കിൾ ഫിറ്റ് ചെയ്യാൻ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അത് ഷാർഫിന് ആൻറ്റിന വരുന്നുണ്ട്. വൈപ്പർ ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്. പെട്രോൾ ടാങ്കിൻ്റെ ഇതെവിടെ വരണേ. ഇതാണ് ടോട്ടൽ വണ്ടിയുടെ ഒരു രാത്രി വണ്ടി കാണാൻ. രാത്രി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 8 മണിയായി. വണ്ടിക്ക് ഉണ്ട് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് മോഡ് ചേഞ്ച് ചെയ്യാനനുസരിച്ച് ഇപ്പോൾ ഞാൻ മോഡ് മാറ്റിയിട്ട് ഇപ്പോൾ നോർമലാക്കിയപ്പോൾ അവിടെ ലൈറ്റ് ചേഞ്ചായി. സ്പോട്ടാക്കിയപ്പോൾ റെഡായി. പിന്നെ ഇക്കോ വെച്ചപ്പോൾ ഇത് നീല കളർ വന്നു. അങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അറിയുള്ളൂ ഇത്രയും ഫീച്ചേഴ്സുകൾ എനിക്കറിയുള്ളൂ. ഞാൻ നോക്കണതിൽ എന്തൊക്കെയാണ് നീല ഒളിഞ്ഞിരിക്കുന്ന ഫീച്ചർ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം ശരി.